ഇന്ന് അനേകർ ആകുലതയാലും ഭീതിയാലും ഭാരപ്പെട്ട് ജീവിതം കൊണ്ടുപോകുമ്പോൾ ഇവയൊന്നുമില്ലാതെ ജീവിക്കുവാൻ കഴിയുന്നവരാണ് ദൈവമക്കൾ. അതിന് കാരണം നല്ല ഇടയനായ ഒരു കർത്താവ് നമുക്കുണ്ട് എന്നതിനാലാണ്. കർത്താവ് നമ്മുടെ ഇടയനാകുമ്പോൾ നാം അവിടുത്തെ മേയ്ക്കുന്ന ആടുകളുമത്രേ. ലോകത്തിലെ ഏറ്റവും ഡിപ്പെൻഡൻ്റ് ക്രിയേച്ചേഴ്സ്, ആശ്രിത ജീവികളിലൊന്നാണ് ആടുകൾ. ആടുകൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കുമായി ഇടയനെ ആശ്രയിക്കണം. ഒരാട് തൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കുമായി ഇടയനെ ആശ്രയിക്കുന്നത് പോലെ ദൈവമക്കളായിരിക്കുന്ന നാമും അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നു. അങ്ങനെയൊരു ആശ്രയം നമുക്കുണ്ടാകുമ്പോഴാണ് നാം ഇങ്ങനെ പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്നെ പോറ്റാനും എന്നെ നയിക്കാനും എന്നെ സംരക്ഷിക്കാനും എൻ്റെ ഇടയൻ മതിയായവനാണ്. പിന്നെ ഞാൻ എന്തിനു വിചാരപ്പെടണം? എന്തിന് ഞാൻ ഭയപ്പെടണം? നമുക്ക് വീണ്ടും തുടർന്ന് ഇങ്ങനെ പറയാം, പച്ചയായ പുൽപ്പറങ്ങളിൽ എന്നെ കിടത്തി, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തി, എൻ്റെ പ്രാണനെ തണുപ്പിച്ച് ഓരോ ദിവസവും എന്നെ പോറ്റുന്ന ഒരു ഇടയൻ എനിക്കുണ്ട്. എന്നെ നീതിപാതകളിൽ നയിക്കുന്ന ഒരു ഇടയൻ എനിക്കുണ്ട്. കൂരിരുൾ താഴ്വഴിയിൽ കൂടി നടക്കുമ്പോഴും ശത്രുക്കൾ കണ്ണിന് മുമ്പിൽ നിൽക്കുമ്പോഴും എന്നെ സംരക്ഷിക്കുന്ന ഒരു ഇടയൻ എനിക്കുണ്ട്. ഇത്രയേറെ വാഗ്ദത്തങ്ങൾ തന്നിട്ടുള്ള ഈ കർത്താവിൻ്റെ സ്നേഹത്തിലും വിശ്വസ്തതയിലും ഓരോ ദിവസവും വിശ്രമിക്കുവാൻ കഴിയുന്നവർക്കാണ് ആകുലതയില്ലാതെ ഭീതിയില്ലാതെ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.